സർക്കാർ രൂപീകരിക്കാൻ അവകാശം ഉന്നയിച്ച് നരേന്ദ്രമോദി രാഷ്ട്രപതിയെ കണ്ടു. ഘടകകക്ഷികളുടെ പിന്തുണക്കത്ത് കൈമാറി. മോദി വീണ്ടും പ്രധാനമന്ത്രിയാകും. നേതാവായി NDA യോഗം തെരഞ്ഞെടുത്തു. സുരേഷ് ഗോപി കേന്ദ്രമന്ത്രി. സത്യപ്രതിജ്ഞ ഞായറാഴ്ച. തൃശൂർ DCC ഓഫീസിൽ കൂട്ടത്തല്ല്. കെ മുരളീധരന്റെ അനുയായികളെ കയ്യേറ്റം ചെയ്തതായി പരാതി. ആരോപണം പ്രസിഡന്റ് ജോസ് വള്ളൂരിനും സംഘത്തിനുമെതിരെ. പരാജയത്തിൽ ഇന്നും പോസ്റ്റർ പ്രതിഷേധം. അനിലക്കര BJPയിൽ നിന്ന് പണം വാങ്ങിയെന്ന ആരോപണം. ക്ഷേമ പെൻഷനുകൾ ഉടൻ കൊടുത്തു തീർക്കുമെന്ന മുഖ്യമന്ത്രി. ക്ഷേമ പദ്ധതികൾ ഇനി മുടങ്ങില്ല. കേന്ദ്ര സഹായത്തിൽ ശുഭപ്രതീക്ഷ. സഹായിച്ചില്ലെങ്കിൽ തനിച്ച് മുന്നോട്ടു പോകുമെന്നും പിണറായി വിജയൻ. LDF സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായി വെള്ളാപ്പള്ളി നടേശൻ. പിന്നാക്ക വിഭാഗങ്ങൾക്ക് ഇടതുപക്ഷത്തു നിന്ന് നീതി കിട്ടുന്നില്ല. ഇന്നലെ വരെ പിന്നോക്കക്കാരുടെയും പട്ടികജാതിക്കാരുടെയും വോട്ട് ഇടതുപക്ഷത്തിന് കിട്ടിയെങ്കിൽ ഇന്ന് അവർക്കത് കിട്ടാതെ പോയി. കിട്ടാതെ പോയി എങ്കിൽ കാരണം ഒന്നേ ഉള്ളൂ. ഇന്ന് നമുക്ക് കിറ്റും പെൻഷൻ മാത്രം പോരാ, അധികാരത്തിലുള്ള പങ്കാളിത്തം തന്നെ. CPIM-നെ വിമർശിച്ചും മുസ്ലിം ലീഗിനെ പുകഴ്ത്തിയും സമസ്ത മുഖപത്രം. തോൽവിക്ക് കാരണം മുഖ്യമന്ത്രിയുടെയും SFIയുടെയും ധാർഷ്ട്യമെന്ന് ലേഖനം. യൂണിയൻ തെരഞ്ഞെടുപ്പ് ഭീഷണി എന്ന ഹർജിയിൽ SFI സംസ്ഥാന സെക്രട്ടറിക്ക് ഹൈക്കോടതി നോട്ടീസ്. കണ്ണൂർ പാനൂരിൽ ഷാഫി പറമ്പിലിന്റെ റോഡ് ഷോയിൽ വനിതാ ലീഗ് നേതാക്കൾക്ക് വിലക്ക്. വിജയാഘോഷത്തിൽ വനിതകളുടെ ആവേശം വേണ്ടെന്ന് നിർദ്ദേശം. ലീഗ് നേതാവിന്റെ ശബ്ദ സന്ദേശം പുറത്ത്. നമ്മുടെ പാനൂർ മഹോത്സവം നടന്ന ഗ്രൗണ്ടിൽ നിന്ന് ആരംഭിച്ച് പാനൂർ ടൗൺ ചുറ്റി സഞ്ചരിച്ചതിന് ശേഷം ബൈപ്പാസ് വഴി ബസ് സ്റ്റാൻഡിൽ സമാപിക്കുന്ന രീതിയിലുള്ളൊരു റോഡ് ഷോയും ഇതിൻ്റെ ഭാഗമായി സംവിധാനിച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ട സഹോദരിമാരോട് ഈ പരിപാടിയിൽ നിങ്ങളുടെ സാന്നിധ്യം ഉണ്ടാവണമെന്ന് അഭ്യർത്ഥിക്കുന്നു. എന്നാൽ ഈ റോഡ് ഷോയിലോ പ്രകടനത്തിലോ വനിതാ ലീഗിൻ്റെ പ്രവർത്തകന്മാർ പങ്കെടുക്കേണ്ടതില്ല. പറഞ്ഞത് മതപരമായ നിഷ്കർഷത പാലിക്കാൻ മാത്രമെന്ന് ന്യായീകരണം. വിമർശിച്ച് സാമൂഹിക പ്രവർത്തകർ. പലിശ നിരക്കിൽ മാറ്റമില്ലാതെ റിസർവ് ബാങ്കിന്റെ പുതിയ വായ്പാ നയം. റിപ്പോ നിരക്ക് 6.5% തുടരും. 2025-ലെ ആഭ്യന്തര വളർച്ച 7.2% പ്രതീക്ഷ.